സിറ്റിംഗ് എം പി CN ജയദേവന് ഒരു ഊഴം കൂടി CPI നൽകുമോ? കോൺഗ്രസുകാരുടെ ദീർഘനാളായുള്ള പ്രാദേശികവാദത്തിന് ഇത്തവണയെങ്കിലും ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിക്കുമോ? ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരുടെ വോട്ടിലാണ് വിള്ളൽ വീഴ്ത്തുക? സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഊഹങ്ങളും രാഷ്ട്രീയ ചർച്ചകളും സജീവമാണ് തൃശൂരിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38,500 വോട്ടുകൾക്കായിരുന്നു CPIയുടെ CN ജയദേവന്റെ വിജയം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1.25 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷം ഇതിനുണ്ട്. CN ജയദേവൻ, മുൻമന്ത്രി KP രാജേന്ദ്രൻ, രാജാജി മാത്യു തോമസ് എന്നിവരാണ് CPIയുടെ പരിഗണനാ പട്ടികയിൽ. പാർട്ടി തന്നെ ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംതൃപ്തിയോടുകൂടി മത്സരിക്കും. അതല്ലെങ്കിലും ഏത് സ്ഥാനാർത്ഥിയായാലും എനിക്ക് ഉറപ്പുണ്ട് തൃശ്ശൂർ ഇത്തവണ LDF വിജയിക്കും. പ്രതികൂല ഘടകങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും ചില പ്രതികൂല ഘടകങ്ങളൊക്കെ ഉണ്ടായേക്കാം, അതിനെ അതിജീവിക്കാൻ കഴിയും. കോൺഗ്രസ് പാളയത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും സീറ്റിനായി ശ്രമിക്കുന്നവർ അരഡസൻ വരും. PC ചാക്കോ, ടോം വടക്കൻ എന്നിവർ ഹൈക്കമാൻഡിൽ പ്രതീക്ഷയർപ്പിച്ച് തൃശൂരിനായി ശ്രമിക്കുന്നു. DCC സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ ഭാരവാഹിയുമായ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത്, മണലൂർ മുൻ MLA PA മാധവൻ, ഗ്രൂപ്പിനതീതമായി നിർദ്ദേശിച്ചാൽ തയ്യാറെന്ന് പറയുന്ന UDF കൺവീനർ ബെന്നി ബെഹന്നാൻ, ഇവരാണ് മത്സരരംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നവരിൽ പ്രധാനികൾ. ചാലക്കുടി കിട്ടിയില്ലെങ്കിൽ DCC പ്രസിഡന്റ് TN പ്രതാപന്റെ കണ്ണ് തൃശൂരാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണനും തയ്യാറാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള, ജനപ്രിയരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവും എന്നാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കാവുന്ന സകല അന്തരീക്ഷമുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ ആഗ്രഹം. സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ മാസമായി തൃശൂരിൽ സജീവമാണ്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കണ്ണും തൃശൂരിലുണ്ടെന്നാണ് സൂചന. മീഡിയ 1 തൃശൂർ.